ഉണ്ടായിട്ട് സംഭരണത്തിന്റെ സ്ത്രീധനം ജനങ്ങൾക്ക് വേണ്ട. അതുപോലെ ഈ കേരളം പിണറായിയുടെ സ്വത്തല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചതാ. പിണറായിയുടെ പെൻഷൻ വേണ്ട എന്ന് പറയാൻ ചുണയുണ്ടോ എന്ന് CPM വെല്ലുവിളിക്ക് മറിയക്കുട്ടിയുടെ മറുപടി. പിണറായിക്ക് സ്ത്രീധനം കിട്ടിയ കാശെടുത്തിട്ടല്ല പെൻഷൻ തരുന്നതെന്ന് മറിയക്കുട്ടി. വെല്ലുവിളിയാണെങ്കിൽ നികുതി പിരിക്കരുത്, ആരും നികുതി കൊടുക്കരുതെന്ന് മറിയക്കുട്ടി. നികുതി പിടിക്കാൻ പാടില്ല, കടക്കട നികുതി പിടിക്കാൻ പറ്റിയതാ, വക്കറ്റ് പിടിക്കാൻ പറ്റിയതാ. അങ്ങാർക്ക് ധൈര്യം ഉണ്ടോ? പിണറായിക്ക് ധൈര്യം ഉണ്ടോ? ഇവിടെ നികുതി പിരിക്കാനൊന്നും പറ്റിയതാ. അങ്ങനെ ധൈര്യം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അയാളും ധൈര്യം പറയട്ടെ, നികുതി പിരിക്കരുത്. മാസം വില്ലേജ് കര അടക്കണം. അതൊക്കെ പിണറായിയുടെ കാരണവരുണ്ടാക്കി തന്നോന്നല്ല ഈ ഭൂമി കര അടക്കണൊക്കെ. അയാൾ എന്തിനാ മേടിച്ചെടുക്കണേ? ഞാൻ പറയണ ഏടാ, എനിക്ക് പെൻഷൻ വേണ്ട. പിന്നെ ഇവിടുത്തെ ജനങ്ങള് ഇതാ നികുതി പിരിക്കണത് ഇവിടുത്തെ ജനങ്ങളുടെ അല്ല. പിണറായിക്ക് വോട്ട് ചെയ്ത അങ്ങാരുടെ സ്വത്തൊന്നും അല്ല. കാരണം ഞാൻ പിണറായിക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ? CPM പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ അധപതനമാണ് മറിയക്കുട്ടി. കേരളത്തിന്റെ രാഷ്ട്രീയ അധപതനത്തിന്റെ തെളിവാണ് മറിയക്കുട്ടി. മറിയക്കുട്ടി വലിയ സംഭവമൊന്നും അല്ല CPMന്. ചുണയുണ്ടെങ്കിൽ പിണറായിയുടെ പെൻഷൻ മറിയക്കുട്ടി വേണ്ടാന്ന് പറയണം എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ചുമയുണ്ട്. പിണറായിയുടെ സംഭരണത്തിന്റെ സ്ത്രീധനം ജനങ്ങൾക്ക് വേണ്ട. അതുപോലെ ഈ കേരളം പിണറായിയുടെ സ്വത്തല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചതാ. പിണറായി ഒരു കാര്യം ചെയ്താൽ മതി, ഇറങ്ങിപ്പോയാൽ മതി. ഇറങ്ങിപ്പോയാൽ പിണറായിയുടെ പെൻഷനല്ലല്ലോ, പിണറായിയുടെ പെൻഷനല്ല. പിന്നെ ഈ കള്ളോട്ടമൊക്കെ ജയിക്കണ എന്തിനാ? പിണറായിക്ക് കടിച്ചു തൂങ്ങാനല്ലേ? വോട്ട് ചെയ്യണ എന്തിനാ? പിണറായി സ്വന്തം വോട്ട് ചെയ്യാതെ ഇരിക്കട്ടെ, വോട്ട് ചെയ്യാതെ മിടുക്കനായിട്ട് ഇരിക്കട്ടെ, സ്വന്തം പറയട്ടെ കേരളം. അങ്ങനെ പറയണം. അല്ല, ഞാൻ സമ്മതിക്കില്ല. സ്വന്തം കാരണവരുടെ സ്വത്താണല്ലോ കേരളം. അപ്പടി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണണം ഞങ്ങൾക്ക്. ഒരു കാര്യം കൂടെ, മറിയക്കുട്ടി അമ്മേനെ വെല്ലുവിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇടുക്കിക്കാരനായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി CV വർഗീസാണ്. CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസാണ് മറിയക്കുട്ടീനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. CV വർഗീസിനോട് എന്താണ് മറുപടി പറയാനുള്ളത്? എനിക്ക് പറയാനുണ്ട്, അയാളെ പാർട്ടിയുടെ നേതാവാന്ന് വെച്ചാല് ഇവിടെ പോലീസ് കലക്ടർ എന്ന് വേണ്ട, അവരുടെ കോളർ പിടിക്കാനാണോ വർഗീസ് കയറിയാക്കണേ? ജനങ്ങളുടെ വോട്ട് മേടിച്ച് വർഗീസ് തന്നെയാണല്ലോ ഇവിടെ എത്ര പാർട്ടിക്കാർ നിന്നിട്ടുണ്ട്. പോലീസുകാരുടെ SIയുടെയും കോളർ പിടിക്കാൻ അയാൾക്ക് അതിന് അധികാരം കൊടുക്കാരാ? എന്നാ പിന്നെ പോലീസിന്റെ ആവശ്യമില്ലായിരുന്നു. ഇയാൾക്കങ്ങ് പോലീസ് ആകാൻ പാടില്ല, SI ആവാൻ പാടില്ലായിരുന്നു. ഇയാള് പിന്നെ നേതാവാന്നും പറഞ്ഞാ പോലീസിന്റെ കോളർ പിടിക്കണ എന്തിനാ? അതുപോലെ കേസ് കൊടുത്ത് സർക്കാരിനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്നും മറിയക്കുട്ടിയോട് മറുപടി പറയുന്നുണ്ട് CPM. അത് മറ്റുള്ളവരോടും CPM പറയണ്ട. അത് CPM പറയണ്ട ആരാടാന്ന് വെച്ചാ പിണറായിയോടാ, എന്നോടല്ല പറയണ്ടേ. പിണറായിയോടാ പറയണ്ടേ. CPM അല്ല എനിക്ക് ചെലവിന് തന്നെ. CPM വോട്ട് കയറി ജയിച്ചെന്നുള്ളു. അവരും എല്ലാം മറ്റുള്ളവർ കോൺഗ്രസ് ഭരിച്ചപ്പോഴും എല്ലാം ഭരിച്ചപ്പോ അവരും കരാറുകാരാ. അവരുടെ സ്വത്തായിട്ടല്ല അവര് കൈകാര്യം ചെയ്ത് തന്നത്. അവരാ പിണറായി ഉമ്മൻചാണ്ടി ഭരിച്ചോണ്ടിരുമ്പോ കല്ലേറിന് പോയല്ലോ. അന്ന് എന്തിനാ കല്ലെറിഞ്ഞ് അങ്ങ് പിടിച്ചെടുത്താ പറയാനോ? അത് സഹായിച്ചിട്ടില്ല. പിന്നെ കള്ളോട്ട് ചെയ്തും ഗുണ്ടകളെ കൊണ്ട് എന്തെല്ലാം ചെയ്താ പിണറായി ഇപ്പൊ കയറിയിരിക്കണം. മെടുക്കനാണെങ്കിൽ വോട്ടിന്റെ ആവശ്യം കയറിയാ പോരാന്നോ? ജനങ്ങളെ വോട്ടും മേടിച്ചു മെനകെട്ട അവസാനം പറഞ്ഞ് കയറിയിരിക്കണം. സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞപ്പം അമ്മച്ചിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? എനിക്ക് ഫോണിൽ വന്നു സാറേ, ഒന്ന് പറയാൻ പോയാ പിണറായി അന്ന് ഓർമ്മ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞു. ഞാൻ മണ്ണടുത്ത് വെച്ച് കണ്ടോളാന്ന് പറഞ്ഞു. ഞാൻ മണ്ണടുത്ത് വെച്ച് കണ്ടോളാന്ന് പറഞ്ഞു. എനിക്ക് ഒരു ജീവനേ ഉള്ളൂ, അത് മണ്ണടുത്ത് വെച്ച് കണ്ടോളാന്ന് പറഞ്ഞേ. ഇതാരാണ് ഈ ഭീഷണിപ്പെടുത്തിയത്? ആരാണ്? അത് നമ്മളെ അന്നത്തെ ഒരു പെണ്ണെ കൊണ്ടാ വിളിച്ച ഫോണില്ല. ആ നമ്പറൊക്കെ എഴുതി എടുത്തിട്ടുണ്ട്. പേര് പറഞ്ഞത് ശരിക്കും തിരിഞ്ഞില്ല. അത് എന്നാണെങ്കിലും പിണറായിയുടെ ആൾക്കാരാ. വൈരാഗ്യമല്ല, ഉള്ളാ പറയാൻ പറ്റുള്ളൂ. അവരാ വിളിക്കണം. മറ്റുള്ളവരെ അത്രയും വീട്ടിലെടുക്കുന്നില്ല. പിണറായിയുടെ ആൾക്കാരാ വീട്ടിലിട്ടേക്കുന്നത്. മറ്റവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം ഞാൻ പോയത്. പോലീസുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടത് അതാ. ഇപ്പോഴും പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുവാണോ? തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കൊപ്പം തന്നെയാണോ? ഞാനാ സാറിനെ കൈ പിടിയല്ല, സത്യം കൈ പിടിയല്ല.
പിന്നെ പ്രധാനമന്ത്രി എനിക്ക് 6,000 രൂപ തന്നു. പിന്നെ റേഷനിൽ 5 കിലോ അരി തന്നു. അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. അത് എനിക്ക് തന്നത് വന്നില്ല എന്ന് പറയാൻ പറ്റിയല്ല. അത് പിണറായിട്ട് ആക്കാൻ പറ്റിയല്ല. അത് പ്രധാനമന്ത്രി തന്ന കാശാ. പെൻഷൻ ഇപ്പൊ തന്നിട്ടുണ്ട്. അതും പിണറായിട്ട് അല്ല, പ്രധാനമന്ത്രിയുടെയാ. അത് ജനം അറിഞ്ഞിരിക്കണം പ്രധാനമന്ത്രിയുടെയാന്ന്. അത് ഞാൻ വെളിപ്പെടുത്തി. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കേരളത്തിലെ അമ്മ കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവ് ആരാണോ? എന്തോ? കേരളത്തിലെ അമ്മ കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവ് ആരാ? ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പൊ കണ്ടതിന് ഇവിടെ പ്രധാനമന്ത്രി വലിയ കുഴപ്പമില്ല. സുരേഷ് ഗോപി സാർ നല്ല സാറാ. എന്തൊന്നും തന്നിട്ടല്ല. ഞാൻ ചെറുപ്പം തുടങ്ങി എനിക്കറിയാവുന്ന അന്ന് തുടങ്ങി എന്റെ സാറിന് നല്ല മതിപ്പുള്ള. അതിന് ആര് പറഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. അത് ഞാൻ പരസ്യമായിട്ട് പറയില്ല സാറേ. നമുക്ക് പറയാൻ കൊള്ളിയല്ല. അതങ്ങനെയൊക്കെ സാറിനോട് നേരിട്ട് പറയല്ല, ഫോണിക്ക് ഞാൻ പറയല. ഞാനിപ്പോ ഇത്രയും പ്രായത്തിനിടയ്ക്ക് പാവങ്ങളെ സഹായിച്ച ഒരാളും സഹായിച്ചിട്ടില്ല. ഒരാളും. അത്ര ഭരണം വന്നിട്ടുണ്ട്, ആരും സഹായിച്ചിട്ടില്ല. ഞാൻ പള്ളിക്കുറിച്ച് പഠിക്കുന്ന കാലത്ത് സെഞ്ചിലെ വെള്ളം കുടിച്ചത്. കാട്ടുമാങ്ങ, നാരങ്ങ, കശുമാങ്ങയൊക്കെ. അന്നും ഒരു പാർട്ടിക്കാരും ഞങ്ങളെ സഹായിച്ചിട്ടില്ല. അതേ മഹിമ പറയാൻ ആരുമില്ല ഇന്നുവരെ. ഒരിക്കലുമില്ല മഹിമ പറയാൻ. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് കച്ചവടം കുടിച്ച് ജീവിച്ചവരാ. അപ്പൊ അങ്ങനെയാണ് നല്ല ചെയ്തെങ്കിൽ അവര് പറയട്ടെ. എനിക്ക് പറയാനൊന്നുമില്ല. അത് പിണ്ടായി തോളം വൃത്തിയായിട്ട് ആരും ഞാൻ കണ്ടിട്ടില്ല. ഇന്നാർക്ക് കൊച്ചു പിള്ളേരെ അറിയാൻ പാടില്ല, അപ്പനും അമ്മേനെ അറിയാൻ പാടില്ല, തിരിച്ചറിയാൻ പാടില്ല. ഇയാളുടെ അമ്മേനെ വരെ തിരിച്ചറിയാൻ പാടില്ലെന്ന് എനിക്കത് തോന്നിപ്പോവുക. അത്രയും മെനകെട്ടവനെ ഞാൻ ഇയാളെ മാത്രമേ ഉണ്ട്. ഇയാളുടെ ഗുണ്ടകളെ ആ കൂടെ ഇരിക്കുന്ന മന്ത്രിമാർ കർഷക തള്ളി കളയാത്ത ഒരു വൃത്തിയേരിയാത്ത ഒരു മന്ത്രിയും ഇല്ല അവിടെ. ആ ഗണേശാണെങ്കിലും കട്ട് പിടിച്ചേറ്റ് കയറിയാക്കുന്നതാ. പിന്നെ മുഖ്യമന്ത്രിയുടെ വരുവാൻ എന്തെല്ലാം വൃത്തിയോട് കാട്ടിയത. അയാൾ ഇന്നൊരു മര്യാദക്കാരനൊന്ന് പറയാൻ പറ്റിയത് എനിക്ക്. പറയുകയാണെങ്കിൽ എന്നെ പോലീസ് കിട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല. ആളാമിതുകൊണ്ട് അയാളൊരു വിനോദയാത്ര നടത്തി. അയാളുടെ ജീവിതത്തിന്റെ ഇനി ഒരുപാട് നാള് കിട്ടിയാലെന്ന് അയക്കറിയാം. ഉള്ള സമയം കൊണ്ടൊന്ന് കയറി നോക്കിയതാ. അയക്കനി കാലാവധി കുറവാന്ന് അയക്ക് തന്നെ അറിയാം. കാലാവധി കുറവാ. അതുകൊണ്ട് അതിന്റെ ആശ തീർക്കാൻ കയറിയത് അഭിപ്രായം. CPM-കാർ പറയുന്നത് അമ്മ പലരുടെ അടുത്തുനിന്നും പണം വാങ്ങിയിട്ടാണ് ഈ പിണറായി വിജയൻ പാർട്ടീനെ ഇങ്ങനെ ചീത്ത പറയുന്നതെന്നാണ് പറയുന്നത്. അതാണ് കുഞ്ഞു പിള്ളേരെയൊക്കെ പീഡിപ്പിച്ചു വരുന്നത്. ഞാനാണോ കെട്ടി തൂക്കണേ? ആരെന്നെ പറഞ്ഞ ഉണ്ടായി എല്ലാം മേടിക്കണം. അത്രയും കുഞ്ഞ് 6 വയസ്സായി 5 വയസ്സോ ഒച്ചകള് ആ ജനിച്ച പാവാന്റെ അവര് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അത്രയും പൈസ മേടിക്കാറുമില്ല. ഒരു തരത്തിലും ഒരു പാർട്ടിയോടും പൈസ മേടിച്ചില്ല. അവരെനിക്ക് റേഷൻ മേടിക്കാൻ കൊണ്ട് തന്നെ ഞാൻ പട്ടിണിയിൽ തട്ടി എടുത്തോണ്ടിറങ്ങി. അപ്പൊ എനിക്ക് ചിലപ്പോ 1000 രൂപ വരും, 500 രൂപ വരും. അത് അവരുടെ ഇഷ്ടം. അത് ഞാൻ 2 കൈ നീട്ടും മേടിക്കും. അത് ഉണ്ടായിട്ട് അനുവാദമൊന്നും വേണ്ട. അതുണ്ടായി അങ്ങനെ ദുഃഖിക്കുകയും വേണ്ട. ഉണ്ടായി വാർത്ത സഹിതം കൊണ്ടുവന്നല്ലേ. അപ്പൊ അവർക്ക് ഇച്ചിരി കൊടുത്തോ. അയാൾ അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമില്ല. മിട്ടായി അല്ലാതെ നമുക്കൊരു ഗുണം കിട്ടിയിട്ടില്ല. ഇങ്ങനെ പിണറായിക്കെതിരെ നീങ്ങിയാൽ പാർട്ടിക്കാരുടെ അടുത്തു നിന്നുള്ള എതിർപ്പും ഭീഷണിയും വരൂലേ? അവര് ഗുണ്ടകളെ വെച്ച് ആക്രമിക്കൂലേ? പേടിയുണ്ടോ? അന്നേരം അവര് തന്നെയുള്ളോ സാറേ? എല്ലാ പാർട്ടിയും ഇല്ല, വേറെ ഉണ്ടല്ലോ 3-4 പാർട്ടി. അവരതിനെ കൂട്ടി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിള്ളേർ തന്നെ അറിഞ്ഞ് ഞാൻ പറയാല്ല. ഇപ്പൊ പിള്ളേർ തന്നെയല്ലല്ലോ. അപ്പൊ ഇതിനെ എതിർക്കാൻ വേറെ ആൾക്കാർ എനിക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇങ്ങനെയൊക്കെ പിണറായിക്കെതിരെ സംസാരിക്കാൻ ഭയമുണ്ടോ? സാധാരണ ആളുകൾക്ക് പേടിയാണ്. എനിക്കൊരു ശകലം പേടിയുണ്ട്. അതായത് അരിഞ്ഞുപോയി. ഇനിയിപ്പോ എനിക്ക് ഇത്രയൊക്കെ പ്രായമായി. ഇനി അന്വേഷിച്ച് വെച്ച് കണ്ടോളാം. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഭീഷണി വന്നിരുന്നോ? ഭീഷണിയൊക്കെ ഉണ്ടാകുന്നുണ്ട് സാറേ. ഞാനത് അവഗണിക്കണില്ല. ഞാൻ മുളകുപൊടിയൊക്കെ അടുത്ത് കൊണ്ടുവച്ചാൽ കിടക്കണേ. വേറെ എന്തൊക്കെ ആയതുകൊണ്ട് മുളക് പൊടി വേറെ എന്തൊക്കെയുണ്ട് കയ്യില്? പിന്നെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ട്. കത്തി എടുത്ത് അവര് തട്ടിക്കളയും. മുളക് പൊടിയാണെ പിന്നെ ഇച്ചിരിയെങ്കിലും അവരുടെ കണ്ണീർ വീഴുന്നുണ്ട്. ഞാനുണ്ട്. അല്ല എന്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല. ആയുധം ഉണ്ട്. എന്നാ നാക്ക്